ഹല്ലേലൂയ. എത്രയെത്ര ദൈവദാസന്മാരെ, എത്രയെത്ര ദൈവഭക്തകളെ, ഭക്തന്മാരെ ഇത് വലിച്ച് താഴെയിട്ട് അടിച്ചു. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ ജയം പ്രാപിക്കുന്ന ഒന്നിനെ കഴിയും. ലോകത്തെ ജയിക്കണമെങ്കിൽ ഒന്നിനെ കഴിയൂ. ലോകത്തെ ജയിക്കണമെങ്കിൽ ദൈവത്തിൽ നിന്ന് ജനിച്ചത് കയ്യിലുണ്ടെങ്കിൽ അവർക്ക് ലോകത്തെ ജയിക്കാം. ദൈവത്തിൽ നിന്ന് ജനിച്ചത് കയ്യിലുണ്ടെങ്കിൽ whatsoever born of God will overcome the world. ദൈവത്തിൽ ജനിച്ചതൊക്കെയും ലോകത്തിൽ ജയിക്കും. അല്ല എങ്കിൽ ജയിക്കില്ല പ്രിയ സഹോദരങ്ങളെ. ഹല്ലേലൂയ. ഇതാ നമ്മളൊരു കുടുംബം പോലെയാണ്. ദൈവരാജ്യത്തിൽ ഒരു കുടുംബം, ഒറ്റ കുടുംബം, ഒരപ്പന്റെ മക്കളാണ്. ഹല്ലേലൂയ. ഇത് ആത്മീക കുടുംബമാണ്. ഹല്ലേലൂയ. ഭൗതിക കുടുംബം ഇവിടെ കൊണ്ട് തീരും. നമ്മുടെ റെസ്പോൺസിബിലിറ്റികൾ ചെയ്യുക അവർക്ക് വേണ്ടിയുള്ളത്. എന്നാൽ പൗലോസ് പറയുന്നു, ഇത് മനസ്സിലായപ്പോൾ ഇന്നു മുതൽ ഞാൻ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ജഡപ്രകാരം അറിയുന്നില്ല. അതിന്റെ അർത്ഥം ജഡത്തിന്റെ റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തം ചെയ്യത്തില്ലെന്നല്ല. നമ്മളെ ഏൽപ്പിച്ചത് നമ്മൾ ചെയ്യുക. ഗ്ലോറി. അവരുടെ എല്ലാം മുമ്പിൽ പ്രസംഗത്തെക്കാൾ ഒരു ജീവിതം ഒരു സാക്ഷിയാക്കണം. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അപ്പോ ജഡപ്രകാരം ഇന്ന് പോലെ ആരെയും അറിയുന്നില്ല. പിന്നെ എങ്ങനെ അറിയുന്നേ? ആത്മപ്രകാരം അത്ര ഞാൻ എല്ലാവരും അറിയുന്നത്. ജഡപ്രകാരം അറിയുന്നതിനേക്കാൾ വളരെ നല്ലതാണ്, നിത്യമാണ് ആത്മപ്രകാരം അറിയുന്നത്. ഹല്ലേലൂയ. നമ്മുടെ പേര് ആത്മീകരാണ്. ദൈവം സ്നേഹിക്കുന്നതാണ്. Oh Lord, I love you. Father, we thank you for the children. Oh Lord, I love you. Father, we thank you. Glory to you. Hallelujah. Glory. Jesus, I love you. Hallelujah. പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത് ഓരോരുത്തരെയും പ്രത്യേകിച്ച് പരിചയപ്പെടുന്നതിന് മുമ്പ് എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന ഒരു തോട്ട്സ് ഞാൻ അറിയിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകട്ടെ. ആദ്യമായിട്ട് ഈ ശുശ്രൂഷയിൽ കടന്നു വരുന്ന ആരെങ്കിലും ഉണ്ടോ? ഇതിനു മുമ്പ് ഇതിന് വന്നിട്ടില്ല ഇവിടെ? ആദ്യമായിട്ട് പ്രത്യേകമായി നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങൾ കേട്ടല്ലോ ഇവിടെ നിന്ന് നിങ്ങൾക്ക് എന്താ ലഭിക്കപ്പെടാൻ പോകുന്നതെന്ന്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കപ്പെടാൻ പോകുന്നത് നിങ്ങളുടെ ഉടയവന്റെ, നിങ്ങളുടെ സൃഷ്ടാവിന്റെ ഹൃദയത്തിലെ ചിന്തകളാണ്. തുടർന്ന് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? വേറെ ഒന്നുമില്ല. നിങ്ങൾ ഏത് ദേശത്താണ് ദൈവം നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് അവിടെ ചെന്നാണ് കത്തുക. മനസ്സിലായോ? അവിടെയുള്ളവർക്കെല്ലാം പ്രകാശമായി തീരുക. പിതാവിന്റെ പ്രകാശം. ഗ്ലോറി. യേശു എന്ത് കാണിച്ചു വന്നു അത് നമ്മളോട് വെളിപ്പെടുത്തുക. ഹല്ലേലൂയ. നിങ്ങളെ സഹായിക്കട്ടെ. തീരുമാനം ഇത്രയും പേര് പുതിയതായിട്ട് സ്വർഗത്തിൽ ദൈവം കൂട്ടിക്കൊണ്ട് വന്നതുകൊണ്ട് പഴയതായി കടന്നു വന്നിരിക്കുന്നവർ ഒരൽപ്പം അപ്പോളോസ് മിനിസ്ട്രി നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റെടുക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. എന്താണ് അപ്പോളോസ് മിനിസ്ട്രി? നിങ്ങൾ ഓർമ്മയുണ്ടോ? പഴയ വന്ന ആർക്കെങ്കിലും? അപ്പോളോസ് നനയ്ക്കുകയാണ് ചെയ്യുന്നത്. കേട്ട വചനം വീണ്ടും നിങ്ങൾ കേൾക്കുന്നതാണ് അപ്പോളോസ് മിനിസ്ട്രി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ വിത്ത് മറന്നുപോയത് പെട്ടെന്ന് ഞാൻ കേട്ടതാണല്ലോ. അപ്പൊ ആ വിത്ത് എന്ത് ചെയ്യും? ഹൃദയത്തിന്റെ അകത്ത് ഓർമ്മയിൽ മുളയ്ക്കാനാണ്. മനസ്സിലാവുന്നുണ്ടോ? കാരണം നമുക്ക് ഈ പഴയവരെയും പുതിയതായിട്ട് വന്നവരെയും പഴയവരെയും ഒരുമിച്ച് കൊണ്ടുപോകേണ്ടതുള്ളത് കൊണ്ട് അപ്പോളോസ് മിനിസ്റ്റർ നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായിരിക്കും കേട്ടത് വീണ്ടും കേൾക്കുന്നത്. പുതിയതായിട്ട് കേൾക്കുന്നവർ ഇത് ആസ് ഇറ്റ് ഈസ് ദൈവവചനത്തിലുള്ളതാണോ എന്ന് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇത് കേൾക്കുമ്പോൾ തന്നെ അതിന്റെ വാക്യം നിങ്ങൾ എഴുതിയിടണം. ഇപ്പൊ വായിക്കാൻ പോകരുത്. കാരണം ഇപ്പൊ വായിക്കാൻ പോയാൽ അതും കിട്ടില്ല ഇതും കിട്ടില്ല. വാക്യം എഴുതിയിടുമ്പോ യോഹന്നാൻ 10:32 പറയുന്നതെങ്കിൽ നിങ്ങൾ യോഹന്നാൻ എഴുതാൻ പോകരുത്. 10:32 ആദ്യം എഴുതി പോകണം. അല്ലെങ്കിൽ യോഹന്നാൻ എഴുതി വരുമ്പോൾ നമ്പർ പോകും. 10:32 ആദ്യം എഴുതിയ ശേഷം പിന്നെ യോഹന്നാൻ എഴുതാം. ഹല്ലേലൂയ. തുടർന്ന് അത് അങ്ങനെ തന്നെയോ ആണ് എന്ന് നിങ്ങൾ വേദപുസ്തകം നോക്കി പരിശോധിക്കേണ്ടതായിട്ട് ഉണ്ട്. ഇവിടെ കേൾക്കുന്ന ഏതൊരു കാര്യവും അങ്ങനെ നിങ്ങൾ പരിശോധിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇവിടെ നിന്നല്ല എവിടെ നിന്ന് കേട്ടാലും.
ഗ്ലോറി. കാരണം ഈ പ്ലാനറ്റിലെ ജീവിതം എന്തിനാണ് നമുക്ക് നൽകിയിരിക്കുന്നത് എന്ന് മനുഷ്യർക്ക് അറിഞ്ഞുകൂടാ. What is the purpose of our birth and what is the purpose of our death? ഇത് മനുഷ്യർക്ക് അറിഞ്ഞുകൂടാ. ഇത് മനുഷ്യൻ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ എന്തിന് ജനിച്ചു? ഒരു വ്യക്തി പറയും ഞാൻ ഇന്നതിനാ ജനിച്ചത്. പിന്നെ നീ മരിക്കണ്ടല്ലോ, അങ്ങ് ചെയ്തോ. പിന്നെ നീ എന്തിനു മരിക്കുന്നു? ഗ്ലോറി. ഈ രണ്ട് ചോദ്യത്തിനും നാം ഉത്തരം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. വിശുദ്ധ വേദ പുസ്തകത്തിൽ അതിന്റെ ഉത്തരവുമുണ്ട്. ഗ്ലോറി. നമ്മൾ അതിനെക്കുറിച്ച് ദൈവം അനുവദിക്കുന്നെങ്കിൽ ചിന്തിക്കും. ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപക്ഷെ ചിന്തിക്കുന്നു ഈ പ്രാർത്ഥനാലയത്തെ കുറിച്ച് അറിയാം. കൃപയാൽ 14-15 വർഷങ്ങളോളമായി സ്വർഗത്തിലെ ദൈവം അനേകരെ യേശുക്രിസ്തുവിനെ അറിയാത്ത, ദൈവരാജ്യത്തെ കുറിച്ച് അറിയാത്ത അനേകരെ ഇതാ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അറിയിച്ച് അവരെ കർത്താവിന്റെ പാതയിൽ നയിക്കുവാൻ ചില വർഷങ്ങളായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ദൈവദാസന്മാരോട് ചേർന്ന് ഈ സ്ഥാപനത്തിലൂടെ അനേകരെ ആ കർത്താവിന്റെ പാതയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സ്വർഗത്തിൽ അത് ഉപയോഗിക്കുന്നു. എല്ലാ മാസവും ആദ്യ തിങ്കളാഴ്ച ആരംഭിച്ച് ശനിയാഴ്ച അവസാനിക്കുന്ന വചന ധ്യാനം ഇവിടെ ഉണ്ട്. അതിലേക്ക് ആളുകൾ സുവിശേഷം പറയുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ, പല വ്യക്തികളെയും ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തി ഒരാഴ്ച കൊണ്ട് ദൈവവചനം പഠിപ്പിച്ച് അവർക്ക് ആത്മാവിലുള്ള രക്ഷ, മനസ്സിലുള്ള സമാധാനം, ശരീരത്തിലുള്ള സൗഖ്യം, അവരുടെ വ്യക്തിബന്ധങ്ങളിലെ സൗഖ്യം. ഈ ക്ലാസ്സുകൾ സാമ്പത്തികമായ ദൈവികമായ രീതിയിൽ ഫൈനാൻസ് എങ്ങനെ ക്രമപ്പെടുത്തണം, ഈ ഭാഗങ്ങളൊക്കെ ഇവിടെ പഠിപ്പിച്ച് തുടർന്ന് ഇതാ ഫൈനലി അവരെ ബാപ്റ്റിസത്തിന് തയ്യാറാക്കി സമർപ്പിച്ചിട്ട് അവരെ കൊണ്ടുവരുന്ന ദൈവദാസൻ ആരാണ് അങ്ങോട്ടേക്ക് ഏൽപ്പിച്ചു കൊടുക്കും. ഇനി വളർത്തിക്കുക. ഗ്ലോറി. അപ്പോൾ അങ്ങനെ ഒരു ശുശ്രൂഷ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് കർത്താവിൻ്റെ കൽപ്പന, സർവ സൃഷ്ടികളോട് സുവിശേഷം അറിയിക്കുക എന്നുള്ള കൽപ്പന ദൈവവചനത്തിൽ കിടക്കുമ്പോൾ അതിന് നമുക്ക് ഓപ്ഷൻ ഇല്ല, ഒഴിവാക്കാൻ പറ്റില്ല. സുവിശേഷം ഞാൻ അറിയിക്കുന്നില്ലെങ്കിൽ അയ്യോ എനിക്ക് കഷ്ടം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടാതെ എങ്ങനെയാണ് ഈ സുവിശേഷം പറയണേന്ന് അറിഞ്ഞുകൂടെങ്കിൽ പ്രിയരെ നിങ്ങൾക്കുള്ളതാണ് ഈ ധ്യാനകേന്ദ്രം. നിങ്ങൾ അധികം ഒന്നും ഭയപ്പെടേണ്ട. അവരുടെ സ്നേഹത്തിൽ കടന്നുപോയി അവരെ വിളിച്ചുകൊണ്ട് ഇവിടെ കടന്നു വരിക. ഗ്ലോറി. കൂടുതൽ പ്രതിഫലം നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ ഫീസ് കൂടെ നിങ്ങൾ കൊടുക്കുക. ഗ്ലോറി. അല്ല, അതിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എങ്കിൽ ആ സമ്പത്തും കൂടി പിടിച്ചടക്കാൻ ഇവിടെ ചിലരുണ്ട്. അവരാ ഫീസ് അങ്ങ് കൊടുക്കും. മനസ്സിലായോ? അതിന്റെ ഗുണം അവർക്ക് കിട്ടും, നിങ്ങൾക്ക് പോകും. ഗ്ലോറി. ഹല്ലേലൂയ. അപ്പോ ഒരു വിധത്തിലും കുഞ്ഞുങ്ങളെ നമുക്ക് ഒഴി കഴിവില്ല. ഹല്ലേലൂയ. ദാ ഇവിടെ കൊണ്ടുവരിക. ഇവിടെ ദൈവത്തിന്റെ ദാസന്മാര് ഏകദേശം 10-12 ദൈവദാസന്മാരുണ്ട്. അവര് വചനത്തിലൂടെ രാവിലെ തുടങ്ങും, വെളുപ്പിന് 5 മണിക്ക് ആരംഭിക്കും, വൈകിട്ട് 7-8 മണി വരെ പോകും. അവര് മറ്റൊരു ലോകത്തിലേക്ക് മാറും. ഗ്ലോറി. നിങ്ങൾക്ക് ഒരുപക്ഷെ കേൾക്കുന്ന സന്ദേശങ്ങൾ, അവരുടെ സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇന്റർനെറ്റിലും ഫേസ്ബുക്കിലൊക്കെ ഉണ്ട്. ചിലർ പറയും ഞങ്ങൾക്ക് പോകാനേ തോന്നുന്നില്ല. കാരണം സമാധാനക്കിടന്റെ അന്തരീക്ഷത്തിൽ നിന്ന് അവർ സമാധാനത്തിലേക്ക് വന്നു. അവരുടെ ദൈവം അവർക്ക് സമാധാനം കൊടുത്തു, അവരുടെ ഉടയവൻ അവർക്ക് സമാധാനം കൊടുത്തു. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, അങ്ങനെ ഒരു ശുശ്രൂഷ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. ഈ ശുശ്രൂഷ 2.5 ദിവസത്തെ ഈ ശുശ്രൂഷ 6 മാസം കൂടുമ്പോൾ മാത്രമേ ഉള്ളൂ. ഇത് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഇതാ കർത്താവ് അപ്പോഴുള്ള ആഹാരം, തക്ക സമയത്തുള്ള ആഹാരം തൻ്റെ ജനത്തെ അറിയിച്ചുകൊണ്ടേയിരിക്കും. ഗ്ലോറി. BBC, CNN, ഏഷ്യാനെറ്റ് അവരെല്ലാം ഭൂമിയിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുമ്പോൾ ഇതാ ദൈവത്തിന്റെ ദാസന്മാരെ കുറിച്ച് പറയുന്നു. ദൈവത്തിന്റെ ദാസന്മാർ അവർ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നവരാണ്. അരുളപ്പാട് പ്രസ്താവിക്കുന്നവരാണ്. ഗ്ലോറി. അത് ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ. ആ നാളുകൾ ഇരുട്ടിൽ എന്നതുപോലെ നമ്മളെ പിടിക്കത്തില്ലെന്നാണ് വചനം പറയുന്നത്. ഗ്ലോറി. ഹല്ലേലൂയ. അതായത് മുമ്പിലത്തെ നാളുകൾ ഇരുട്ടിൽ എന്നതുപോലെ നമ്മളെ പിടിക്കത്തില്ല. കാരണം ദൈവത്തിന്റെ ഒരു പ്രത്യേകത, ദൈവം തന്റെ ദാസന്മാരെ അറിയിക്കാതെ ഒരു കാര്യവും ചെയ്യത്തില്ല. ഗ്ലോറി. ഹല്ലേലൂയ. ദൈവം തന്റെ ദാസന്മാരെ അറിയിക്കാതെ ഒരു കാര്യവും ചെയ്യത്തില്ല. മൂടി വെക്കുന്നത് സമയമാകുമ്പോൾ വെളിപ്പെടുത്തി കൊടുക്കും.
അതുകൊണ്ട് ദൈവത്തിന്റെ വചനം ആ നാളുകൾ ഇരുളിൽ എന്നതുപോലെ നിങ്ങളെ പിടിക്കാൻ നിങ്ങൾ ഇരുളിലുള്ളവരല്ല, നിങ്ങൾ വെളിച്ചത്തിലുള്ളവരാണ്. ഗ്ലോറി, ഹല്ലേലൂയ. ദൈവം വെളിച്ചത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ വെളിച്ചത്തിൽ വസിക്കാനല്ല പറഞ്ഞേ, നടക്കാനല്ല പറഞ്ഞേ. ഗ്ലോറി, നടക്കുക. ഗ്ലോറി, ദൈവം വസിക്കുകയാണെങ്കിൽ നമ്മൾ നടക്കണം. ഹല്ലേലൂയ. പഴയ നിയമകാലത്തിൽ നമ്മൾ വചനത്തിന്റെ വെളിച്ചത്തിലും ഈ വചനം നമുക്ക് ദീപവും വെളിച്ചമൊക്കെ ആയിരുന്നു അല്ലേ? പക്ഷെ പുതിയ നിയമത്തിൽ നമ്മളോട് പറയുകയാണ് വെളിച്ചത്തിൽ നിങ്ങൾ നടന്നോളാം, വെളിച്ചത്തിൽ നടന്നോളാം. മണ്ഡലം മാറി നിന്റെ ഇരുളുള്ളോടത്താണ് എന്ത് വേണ്ടത്? വിളക്ക് വേണ്ടേ? ഗ്ലോറി, ഹല്ലേലൂയ. ഇന്ന് ഇരുളിൽ നിന്ന് മാറ്റി പ്രകാശത്തിലേക്കാക്കി. മനസ്സിലാവുന്നുണ്ടോ? പുതിയ നിയമകാലത്ത് ഇരുളിൽ നിന്ന് മാറ്റി പ്രകാശത്തിലാക്കിയാക്കി. ഇനി പ്രകാശത്തിൽ നടന്നവാനാണ് പറയുന്നത്. ഹല്ലേലൂയ. കാലം മാറി, പക്ഷെ നമ്മൾ പലപ്പോഴും അറിഞ്ഞിട്ടില്ല കാലം മാറിയത്. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, ഇവിടെ ഈ ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് ഇതാ. നിങ്ങൾക്കാണ് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 33-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നത്. ഇതാ, ദേശത്തിന് നേരെ വാൾ വരുന്നത് കാണുമ്പോൾ കാവൽക്കാരൻ അത് കണ്ടിട്ട് വിളിച്ചു പറയണം, ഇതാ ഇങ്ങനെ ഒരു വാൾ വരുന്നുണ്ട്, നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക. നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക. ഇങ്ങനെ ഒരു വാൾ വരുന്നുണ്ട്, നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക. ആ വാള് വരുന്നത് കണ്ട് ഒരുങ്ങുന്നവൻ രക്ഷപ്പെടും.